അപ്പോൾ സുഹൃത്തുക്കളെ, തിമ്പുവിലെ നാഷണൽ മെമ്മോറിയൽ ചോർട്ടൺ ആണ് കാണുന്നത്. നാഷണൽ മെമ്മോറിയൽ ചോർട്ടൺ, ഇതാണ് നാഷണൽ മെമ്മോറിയൽ ചോർട്ടൺ. ചോർട്ടൺ എന്ന് പറഞ്ഞാൽ സ്തൂപം. അപ്പോൾ ബിഗ് സ്തൂപം എന്നും അറിയപ്പെടുന്നു. ഇത് ഇവിടെ മറ്റ് സ്തൂപങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സ്തൂപമാണ്. ദെർഫോർ ഇറ്റ് ഈസ് ദ ബിഗ് സ്തൂപ എന്ന് അറിയപ്പെടുന്നു. നാഷണൽ മെമ്മോറിയൽ ചോർട്ടനാണ്. ഇത് മൂന്നാമത്തെ രാജാവിൻ്റെ ഭരണകാലത്താണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണ്. ഇനി കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കണ്ടില്ലേ, ജയൻറ്റ് പ്രയർ വീൽസാണ്. ജയൻറ്റ് പ്രയർ വീൽസിൽ നമുക്ക് പ്രാർത്ഥന നടത്താം. ഓക്കെ. ജയൻറ്റ് പ്രയർ വീൽ, ഇതിങ്ങനെ ഞാനും ഒന്നും ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ധാരാളം പേരുണ്ട് ഇത് കറക്കാൻ. മന്ത്രങ്ങൾ ആലേഖനം ചെയ്ത പ്രയർ വീലുകൾ കറക്കി വിടുന്നു. അവ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ മന്ത്രങ്ങൾ ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നു. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. അതിൻ്റെ ചൈതന്യം, മന്ത്രത്തിൻ്റെ ചൈതന്യം കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാകുന്നു. അതാണ് ജയൻറ്റ് വീൽ, പ്രയർ വീൽ. അപ്പോൾ നാഷണൽ മെമ്മോറിയൽ ചോർട്ടൺ, അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ്. കണ്ടോ, ഗോപുരങ്ങൾ, സ്വർണ്ണ ഗോപുരങ്ങൾ, സ്വർണ്ണ മണികൾ, ഒരു വലിയ മണി ആണ് കാണുന്നത് മുകളിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയാണ് നാഷണൽ മെമ്മോറിയൽ ചോർട്ടൺ. അപ്പോൾ അതുകൊണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. നല്ല വിശാലമായ ഒരു അങ്കണമാണ് ഇവിടെ ഉള്ളത് സുഹൃത്തുക്കളെ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോകാവുന്നതാണ്. നല്ല അന്തരീക്ഷം, സുഖശീതളമായ കാറ്റ് എല്ലാം ഉണ്ട്. നല്ല ഐശ്വര്യമുള്ള ഒരു സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. നാഷണൽ മെമ്മോറിയൽ ചോർട്ടൺ. ധാരാളം ആളുകളുണ്ട് സന്ദർശകരായിട്ട്. ധ്യാനം നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ബുദ്ധമത വിശ്വാസികൾ ഒന്ന് ധ്യാനിക്കുന്നു. എല്ലാവർക്കും ധ്യാനിക്കാം, കുഴപ്പമില്ല. എന്തോ ഇവിടെ സ്തൂപം, ഇവിടെയൊക്കെ അവരുടെ റിച്വലിൻ്റെ ഭാഗങ്ങളാണ്. പ്രാർത്ഥന നടക്കുന്നു. കണ്ടില്ലേ, നെയ്വിളക്കുകൾ ജ്വലിക്കുന്നു. വഴിപാട് പോലെ ഒക്കെ ചെയ്യുന്നതാണ് സംഭവം. ഒരു പ്രാവ്, കറുത്ത നിറമുള്ള പ്രാവുകൾ. ഇവിടെ ഇരുന്ന് നമസ്കരിക്കാനൊക്കെ ഉള്ള
ആ വലിയ റിംബോച്ചകളൊക്കെ ആയിരിക്കും അത്. ഇവിടുത്തെ കാഴ്ചകൾ. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ തിമ്പുയിലെ സിറ്റി സ്ക്വയറിൽ നിന്നുള്ള കാഴ്ചയാണ്. കണ്ടോ, ഇവിടെ ധാരാളം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ആളുകൾക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സംവിധാനമൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ സമീപത്ത് കൊണ്ട് നിർത്തിയിട്ട് അരമണിക്കൂർ സമയം തന്നിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട്. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിറ്റി സെൻറ്ററിലെ നടുവിൽ ഇത്രയും വിശാലമായ ഒരു സ്ഥലം സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്തൂപം നിൽക്കുന്നുണ്ട്. സ്തൂപം എന്ന് വെച്ചാൽ സ്തംഭം, പ്രാർത്ഥനാ മന്ദിരമല്ല. ആ മുകളിലൊരു ക്ലോക്ക് ടവറാണ്. ക്ലോക്ക് അതിൻ്റെ മുകളിലുണ്ട്. ഡ്രാഗൺ വരച്ചിരിക്കുന്നു. ഇവരുടെ പതാകയിലുള്ളതാണ് ഡ്രാഗൺ. ശക്തിയുടെ ചിഹ്നം ആണ് ഡ്രാഗൺ, ഒരു മിത്തിക്കൽ കഥാപാത്രം. ഡ്രാഗൺ മയമാണ്. എവിടെ നോക്കിയാലും എല്ലായിടത്തും ഡ്രാഗൺ കാണാം. ഭൂട്ടാനിൽ വന്നാൽ ഡ്രൂക്ക് ഓപ്റ്റിക്കൽ എന്നാണ് ഒരു ഓപ്റ്റിക്കൽസിന് പേരിട്ടിരിക്കുന്നത്. ഡ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ എന്നാണ്. ഡ്രാഗണാണ് ഡ്രൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പതാകയിൽ ഡ്രാഗൺ ചിത്രീകരിച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ അത്യാവശ്യം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ഒരു കാമൻ ക്വയറ്റാണ്. അങ്ങനെ വെപ്രാളമൊന്നുമില്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ, വളരെ സാവധാനം. കാറൊക്കെ പാർക്ക് ചെയ്യുന്നു. വലിയ ബഹളമൊന്നുമില്ല, ഹോണടി ശബ്ദമില്ല. ഇതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ. ഫോട്ടോ എടുത്തുകൊണ്ട് ആളുകൾ നടക്കുന്നുണ്ട്. അവരൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കളാണ്. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവരുള്ള ഫോട്ടോയൊക്കെ എടുക്കട്ടെ. അപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഫോർഡിൻ്റെ വാഹനം. ഇത് ടൊയോട്ട കാമറി ഹൈബ്രിഡാണ്. അതിൽ കൊടിയൊക്കെ കാണുന്നുണ്ട്. വല്ല ഗവൺമെൻറ് ഒഫീഷ്യലും വല്ലതും ആയിരിക്കും. നമ്മുടെ വാഹനം ഇവിടെയുണ്ട്, കണ്ടോ. മൊമോ ഷോപ്പുണ്ട്, വൈൻ ലിക്കർ ഷോപ്പുണ്ട്, ഹോട്ടൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റി സെൻറ്ററിൽ കാണാനുള്ളത്. ഓക്കെ.